ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ബാക്കി വന്ന ചോറ് തന്നെയാണ്. അപ്പോൾ പലരും ബാക്കി ചോറ് വന്നു കഴിഞ്ഞാൽ കളയാറാണ് പതിവ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നമുക്ക് ചോറ് കളയേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ചോറ് മാത്രമാകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിൽ ബാക്കി അരിപ്പൊടിയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം ലൂസായി പോയാലും കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോറരച്ച സെയിം മിക്സിയിൽ തന്നെയാണ് ഇട്ട് അരക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ നമുക്ക് ആ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകവും വേണം. അത് കുറച്ചൊരളവ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് വെക്കുമ്പോൾ നല്ലൊരു രസം ഉണ്ടാകും. പിന്നെ നമുക്ക് ഒരു കഷ്ണം വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വലിയ ഉള്ളിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാകുക കുഞ്ഞുള്ളിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് തരിതരിപ്പായി പൊടിച്ചിട്ട് നമുക്ക് നേരത്തെ ചോറ് അരച്ച് വെച്ച ആ മിക്സിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ നമുക്കിതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ അരിപ്പൊടിയാണ്. കാരണം നമുക്കിത് ചോറ് അരച്ചതായതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഈ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എത്രത്തോളം അത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ആ ചോറ് അരച്ചതിലേക്ക് നമ്മൾ പൊടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് പിടിക്കാൻ കിട്ടണം. നമ്മളൊരു ഉണ്ടേൻ്റെ ഷേപ്പൊക്കെ ആക്കുമ്പോൾ ഒന്ന് പിടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വരെ നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ആവശ്യത്തിന് നിങ്ങൾ എത്രത്തോളം വേണോ അത് നിങ്ങൾ ഇതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലങ്ങ് കുഴച്ചെടുത്താൽ മതി. അതായത് നമ്മൾ ചോറ് അരച്ചതിൽ നമ്മൾ തേങ്ങേൻ്റെ ഉള്ളീൻ്റെ ഒക്കെ ആ ഒരു മിക്സ് ഒന്ന് നന്നായിട്ട് യോജിക്കുന്ന വിധത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഷേപ്പാക്കി മാറ്റണം. അപ്പോൾ കയ്യിലൊരു ഇത്തിരി വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാകുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ കഴിക്കാനും അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാകുമ്പോൾ അവർക്ക് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ അരിക്കടക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിൽ ആ സാധനമൊക്കെ ഇട്ടതിന് ശേഷം ഇതൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്കും നമ്മൾ അരിക്കടയ്ക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് തന്നെയാണ്. നമുക്ക് കല്ലുമ്മക്കായ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇപ്പോൾ ബാക്കി വന്ന ചോറൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത് തണുക്കുന്ന സമയം നമുക്കൊരു പാത്രത്തിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. കാരണം നല്ല എരിവിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, നല്ല മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം അധികം ആവാൻ പാടില്ല. നമുക്ക് ആ ഒരു ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്യുന്ന വിധത്തിൽ മാത്രം നമ്മൾ ആക്കിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു മിക്സ് തന്നെയാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത്. കല്ലുമ്മക്കായൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി എടുത്താൽ മതി. നമ്മൾ സാധാരണ ചോറ് അരച്ചതൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ കല്ലുമ്മക്കായ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു എരിവൊക്കെ ഇതിലൊന്ന് പിടിക്കുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു സമയത്ത് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഞാനിവിടെ 10 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ ജീരകമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പെരുംജീരകം ചേർത്ത് അരച്ചതുകൊണ്ട് ഞാൻ ജീരകമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഇതൊന്ന് ഫ്രൈ ആയി വരുമോ മാത്രമേ വേണ്ടൂ, കാരണം ഇത് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തീ ഒന്ന് ഇത് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് എത്ര ടൈം നമ്മൾ ഫ്രൈ ചെയ്യുന്നോ അത്രയും ടേസ്റ്റാണ്. ചെറിയൊരു തീയിലിട്ടിട്ട് അത് കരിയാണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടുള്ള ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മളെ കറിവേപ്പിലയും ആ മുളക് പൊടിൻ്റെ ഒക്കെ ഒരു ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ ചൂടുള്ള ചായേൻ്റെ കൂടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എരിവുള്ള നല്ലൊരു സ്നാക്ക് എന്ന് പറയുമ്പോൾ ചൂട് ചായേൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ടൈം നമുക്ക് ആവശ്യമുണ്ട്, കാരണം വളരെ ചെറിയ തീയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാകും. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആവണം, എന്നാൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ ഇതെല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മുളക് പൊടിൻ്റെ പച്ചപ്പ് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതില്ലാണ്ട് നിങ്ങൾ നല്ലോണം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാനും പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണയിൽ അങ്ങനെ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ട ഇതിൻ്റെ കളറൊക്കെ കണ്ട നല്ല കളറുമാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗി തന്നെയാണ്, അതുപോലെ കഴിക്കാനും ആ ഒരു ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റ് തന്നെ അത്. അപ്പോൾ ഇതിൽ നമ്മൾ ചോറ് ചേർത്തത് കൊണ്ട് തന്നെ ചോറിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ചോറ് ചേർക്കാൻ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് സാധാരണ ചോറ് ചേർക്കാതെ അരിപ്പൊടി ഇട്ടിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ കല്ലുമ്മക്കായൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കൊന്നും കല്ലുമ്മക്കായ അങ്ങനെ കിട്ടാറില്ല, നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, കാരണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചാൽ നമുക്ക് മതിയാവില്ല, ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തിന്നണമെന്ന് തോന്നും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഞാൻ പറഞ്ഞു നേരത്തെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, കാരണം ചോറ് ചേർത്തുകൊണ്ടും പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്നെസ് വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് ഇതാ കണ്ടില്ലേ, പുറം ഭാഗം ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു അടിപൊളി റെസിപ്പി തന്നെയായത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയാം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്